ഹായ് ഹലോ, ഇന്ന് ഞാൻ ചെയ്യാൻ പോകുന്ന വീഡിയോ വി കഴുത്ത്, ഈ ബോർഡറൊക്കെ വന്നിട്ടുള്ള വി കഴുത്ത് എങ്ങനെ നമുക്ക് മാർക്ക് ചെയ്യുക, കട്ട് ചെയ്യുക, സ്റ്റിച്ച് ചെയ്യുക എന്നുള്ളതൊക്കെയാണ് കേട്ടോ ഈ വീഡിയോയിൽ കാണിക്കുന്നത്. അപ്പോൾ നമുക്ക് മെഷർമെൻറ്റ് നോക്കാം. നമ്മൾ നോർമലി നെക്കിന് കൊടുക്കൽ, നെക്ക് വിടുത്ത് എന്ന് പറയുന്നത് 2.5 ഇഞ്ചാണ് നമ്മൾ കൊടുക്കാറ്. അതുപോലെ ഒരു 3.5 ഇഞ്ചൊക്കെയാണ് ഷോൾഡർ വിടുത്തും നോർമലി നമ്മൾ മാർക്ക് ചെയ്യാറ് കേട്ടോ. ഒരു മീഡിയം സൈസിലെ തടിയുള്ള ആൾക്കാർക്കൊക്കെ ഇതുപോലെയാണ് മാർക്ക് ചെയ്യുക. 2.5 ഇഞ്ച് നെക്ക് വിടുത്തും 3.5 ഇഞ്ച് ഷോൾഡർ വിടുത്തും. അതുപോലെ 5.5 ഇഞ്ചാണ് നമ്മൾ നോർമലി നെക്ക് ലെങ്ത്ത്. നെക്ക് കൂടുതൽ ഇറക്കം ആഗ്രഹിക്കാത്ത ആൾക്കാർക്ക് ഒരു 5.5 ഇഞ്ചാണ് നമ്മൾ നോർമലി കൊടുക്കാറ്. പിന്നെ താല്പര്യമുള്ളവർക്ക് 5.5, 6, 6.5 ഒക്കെ കൊടുക്കാം കേട്ടോ. നോർമൽ വെച്ചിട്ടാണ് ചെയ്യണത്. ഇതുപോലെയാണ് നമ്മുടെ നെക്ക് വരിക. ഈ ടൈപ്പ് നെക്കാണ് നമ്മൾ സ്റ്റിച്ച് ചെയ്യണത് എന്നുണ്ടെങ്കിൽ കാണാമല്ലേ, ഇതിൻ്റെ അടിഭാഗത്ത് 2 ബോർഡർ, അതിൻ്റെ ഇടയിൽ സെൻറ്ററിൽ ഒരു വി കട്ട്, വി നെക്കായിട്ട് നമുക്ക് കിട്ടുന്നുണ്ട്. ആ ഒരു ടൈപ്പാണ് ഇവിടെ സ്റ്റിച്ചിങ് കാണിക്കുന്നത് കേട്ടോ. അപ്പോൾ അതിനെങ്ങനെയാണ് നമ്മൾ ചുരിദാറൊക്കെ സ്റ്റിച്ച് ചെയ്യുമ്പോൾ മാർക്ക് ചെയ്യേണ്ടത് എന്നുള്ളതാണ് കാണിക്കുന്നത്. ആ ഒരു 2.5 ഇഞ്ചിൻ്റെ പുറമെ നമ്മൾ എത്ര ഇഞ്ചാണ് പട്ട കൊടുക്കുന്നത് എന്നുണ്ടെങ്കിൽ ആ ഒരു പട്ടയുടെ വീതി നമ്മളിതാ ഇതുപോലെ പോയിൻ്റ് ചെയ്ത് കൊടുക്കണം. 1 ഇഞ്ചിൻ്റെ പട്ടയാണ് ഞാൻ കൊടുക്കുന്നത്. പിന്നെ അതിൻ്റെ കൂടെ ഒരു 1/2 ഇഞ്ച് ആഡ് ചെയ്യുന്നത് നല്ലതാണ്. കാരണം നമ്മൾ കഴുത്തൊക്കെ സ്റ്റിച്ച് മറിച്ചടിച്ച ശേഷമാണ് ഈ പട്ട കൊടുക്കുക. അപ്പോൾ അതിന് തയ്യൽ തുമ്പ് ആവശ്യമാണ്, കഴുത്തടിക്കാനും തയ്യൽ തുമ്പ് ആവശ്യമാണ്. അപ്പോൾ അതിനനുസരിച്ചിട്ട് ഒരു 1.5 ഇഞ്ച് ഇതുപോലെ പോയിൻ്റ് ചെയ്തിട്ടുണ്ട്. താഴെ നെക്ക് നമുക്ക് നോർമലി 5.5ആണ്. അത് നമ്മളൊരു 6 ഇഞ്ചോ അതല്ലെങ്കിൽ ഒരു 6.5 ഇഞ്ച് വെച്ചാലും കുഴപ്പമില്ല കേട്ടോ. ഇതുപോലെ ആ 1 ഇഞ്ച് നമ്മളിത് ഇവിടെ പോയിൻ്റ് ചെയ്ത് അതേ 1 ഇഞ്ച് താഴെയും പോയിൻ്റ് ചെയ്ത് കൊടുക്കുക. പട്ട സെൻറ്റർ വരെയാണ് പട്ട കൊടുക്കണം. അതാണ് കേട്ടോ അങ്ങനെ 1 ഇഞ്ച് പോയിൻ്റ് ചെയ്യണത്. പക്ഷേ 1 ഇഞ്ച് നിങ്ങൾ കൊടുക്കണമെന്നില്ല. നമ്മൾ സ്റ്റിച്ചിങ് വരുമ്പോൾ പിന്നെയും കൂടുതലായിട്ട് വരും. അപ്പോൾ ഒരു 3/4 ഇഞ്ച് കൊടുത്താലും മതി. 1 ഇഞ്ച് കറക്റ്റായിട്ട് കൊടുക്കൊന്നും വേണ്ട. ഇപ്പോൾ തന്നെ നമ്മൾ മാർക്കിങ് ഇതുപോലെ കഴിഞ്ഞിട്ടുണ്ട്. പിന്നെ നമ്മൾ എന്താ പറയുക, കൈക്കുഴി ഷേപ്പ് ഇതൊക്കെ കട്ട് ചെയ്തിട്ടാണ് നോർമലി നമ്മൾ ചുരിദാറിന് എടുക്കാറ്. ഇനി ഇതുപോലെ നമ്മൾ ആ നെക്ക് കട്ട് ചെയ്തെടുക്കുകയാണ് കേട്ടോ. കറക്റ്റായിട്ട് നെക്ക് കട്ട് ചെയ്തെടുക്കുകയാണ്. ഇനി ഇതൊന്ന് നിവർത്തി വെച്ച് നോക്കുക. ഇപ്പോൾ നമുക്കിത് നെക്ക് ഇതുപോലെയാണ് കിട്ടിയിട്ടുള്ളത്. ആ 1 ഇഞ്ച് നമ്മളെടുത്ത് കാണാണ്ട് 2 പട്ടക്കും കൂടി ഉള്ളൊരു സ്പേസാണ് 2 ഇഞ്ച് എന്ന് പറയണത്. അതിൻ്റെ പുറമെ നമ്മൾ സ്റ്റിച്ചിങ് കൂടി വരുമ്പോൾ ഒരു 1/4 ഇഞ്ച് തയ്യൽ തുമ്പ്. ഓരോരുത്തർക്കും ഓരോ ശൈലിയിലാണ് സ്റ്റിച്ചിങ് വരിക. അപ്പോൾ അതിനനുസരിച്ചിട്ട് നമ്മളൊരു 3/4 മതിയാവും താഴത്ത്. 7 ഇഞ്ചാണ് നമുക്കിവിടെ പട്ടൻ്റെ നീളം വേണ്ടത് കേട്ടോ. ഒരു 8.5 ഇഞ്ചോ 9 ഇഞ്ചൊക്കെ എടുക്കണമെന്ന് നല്ലതാണ്. കാരണം കുറച്ച് താഴോട്ട് തയ്യൽ തുമ്പ് ആവശ്യമാണ്. ഇനി ഇതുപോലെ വെച്ച് കൊടുക്കുക. 1 ഇഞ്ച് കറക്റ്റാക്കിയിട്ട് ഇതുപോലെ വെച്ച് കൊടുക്കുക. 2 സൈഡിൽ ഇതുപോലെയാണ് കേട്ടോ നെക്ക് വരിക. ഈ പട്ടയോട് കൊടുക്കുമ്പോഴാണ് നമ്മൾ നെക്ക് വിടുത്ത് കറക്റ്റ് 2.5 കിട്ടുള്ളൂ. തടി കൂടുതലുള്ള ആൾക്കാർക്ക് അതിനനുസരിച്ചിട്ട് നെക്ക് വിടുത്ത് 2.5 3 ആവും. ആ 3ൻ്റെ കൂടെ പിന്നെ നമ്മളിതാ ഈ ഒരു പട്ടക്ക് വേണ്ടിയിട്ട് 1 ഇഞ്ച് എക്സ്ട്രാ ആഡ് ചെയ്യണം. അങ്ങനെ ചെറിയ ചെറിയ ചേഞ്ചുകൾ വരും കേട്ടോ. ഞാൻ ഈ ഒരു ടൈപ്പ് വരുന്ന എന്താ പറയുക നെക്കാണ് ഈ വീഡിയോയിൽ സ്റ്റിച്ച് ചെയ്ത് കാണിക്കുന്നത്. സെൻറ്റർ ഭാഗത്ത് 2 ബോർഡർ വരുന്നത്. ഇനി ഇതല്ലാണ്ട് കയറി കിടക്കുന്ന രീതിയിൽ, പട്ട 2 കയറി കിടക്കുന്ന രീതിയിൽ, ബോർഡർ കയറി കിടക്കുന്ന രീതിയിൽ നെക്കുണ്ട്. അതിൻ്റെ മാർക്കിംഗ് ആണ് കേട്ടോ ഞാൻ ഇവിടെ കാണിക്കുന്നത്. 2 തമ്മിലുള്ള ഡിഫറൻസ് ആണ് കാണിക്കുന്നത്. 2.5 ഇഞ്ചാണ് നമ്മൾ നെക്ക് എടുത്തിട്ടുള്ളത്. ആ 1 ഇഞ്ച് എക്സ്ട്രാ ഞാൻ മുകളിൽ ആഡ് ചെയ്തിട്ടുണ്ട്. താഴെ ഞാൻ നെക്ക് കുറച്ചും കൂടെ കൂട്ടി കൊടുത്തിട്ടുണ്ട് 7 ഇഞ്ച്. ആ 7.5 ഇഞ്ച് വെച്ചിട്ടും കൂടുതലായിട്ട് വരില്ല കേട്ടോ. അതിനുശേഷം ഒരു 1/2 ഇഞ്ച് മാത്രമാണ് താഴത്തെ വീതി കൊടുത്തിട്ടുള്ളത്. 1/2 ഇഞ്ച് കേട്ടോ, 1 ഇഞ്ച് എടുക്കരുതേ. 1/2 ഇഞ്ച് മാത്രം, മുകളിൽ 1 ഇഞ്ചും. അതിനുശേഷം ഇതുപോലെ ഷേപ്പ് വരച്ച് കൊടുക്കുകയാണ്. കറക്റ്റായിട്ടൊന്ന് ഷേപ്പ് ചെയ്ത് കൊടുക്കണം. ഇപ്പം നമ്മൾ വി നെക്ക് മാർക്ക് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി ഇതൊന്ന് കട്ട് ചെയ്തെടുക്കുകയാണ്. മുകളിൽ 1 ഇഞ്ചും താഴെ 1/2 ഇഞ്ചുമാണ് പോയിൻ്റ് ചെയ്തിട്ടുള്ളത്. ഇനി നമ്മളിതാ ഇതുപോലെ കട്ട് ചെയ്ത് കൊടുക്കുകയാണ്. അതിനുശേഷം നിവർത്തി വെച്ച് നോക്കുക. ഇതുപോലെ കറക്റ്റായിട്ട് കാണാമല്ലേ. അടിഭാഗത്ത് വീതി കമ്മിയാണ്, മുകളിൽ വീതി 1 ഇഞ്ച് നമ്മൾ നോർമലി എടുത്തിട്ടുള്ളതിന് എടുത്തിട്ടുണ്ട്. ഇനി ഇതുപോലെ പീസ് വെച്ച് കൊടുക്കുകയാണ്. അതിൻ്റെ 2ൻ്റെ മാറ്റം നോക്കിക്കോളൂ കേട്ടോ. ഇതുപോലെ ഒരു ഭാഗത്ത് വെച്ച് കൊടുക്കുക, അതുപോലെ മറ്റേ സൈഡിലും കൂടെ വെച്ച് കൊടുക്കുക. അത് കറക്റ്റായിട്ട് നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടിയിട്ട് ഞാൻ ജസ്റ്റ് 1 ഇഞ്ച് ഒന്ന് പോയിൻ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോഴേ വെക്കൽ കറക്റ്റായിട്ട് നമുക്ക് കിട്ടുള്ളൂ. ഇതുപോലെ 1 ഇഞ്ച് ഒന്ന് പോയിൻ്റ് ചെയ്ത് കൊടുക്കുക. 2 സൈഡും ഓരോ ഇഞ്ച് പോയിൻ്റ് ചെയ്ത ശേഷം സ്കെയിൽ വെച്ച് വരക്കുന്നുണ്ട് കേട്ടോ. ഇതുപോലെ ഓരോ ഇഞ്ചൊന്ന് പോയിൻ്റ് ചെയ്ത് മാർക്ക് ചെയ്തിട്ടുണ്ട്.
അതിന് ശേഷം നമ്മളിതാ ഇത് കറക്റ്റായിട്ടൊന്ന് വെച്ച് കൊടുക്കണം. 1 ഇഞ്ച് വെച്ചപ്പോൾ തന്നെ ആ താഴത്തെ വി കവർ ചെയ്ത് വന്നിട്ടുണ്ട്. ഇനി രണ്ടാമത്തെ ബോർഡർ കൂടെ നമുക്ക് പട്ട കൂടെ വെച്ച് കൊടുക്കാണ്ട് കേട്ടോ. ഇപ്പോൾ കാണാനുണ്ടാവും നിങ്ങൾക്ക് ഇങ്ങനെ വെക്കുമ്പോൾ തന്നെ ഒന്നിൻ്റെ മുകളിലോട്ട് ഒന്ന് കയറിയിട്ടാണ് ഈ ഒരു ഡിസൈൻ വരുന്നത്. ഒരു പട്ടയുടെ മുകൾക്ക് മറ്റേ പട്ട കയറി കിടക്കുന്ന രീതിയിലാണ് കേട്ടോ. ഈ ഒരു 1/2 ഇഞ്ചായിട്ട് നമ്മൾ താഴെ വീതിയിൽ കൊടുക്കുമ്പോൾ 1/2 ഇഞ്ചിൽ മാർക്ക് ചെയ്ത് കട്ട് ചെയ്യുമ്പോൾ കാണാനുണ്ടാവുമല്ലോ പട്ട ഒന്നിൻ്റെ മുകളിലോട്ട് കയറിയിട്ടാണ് വന്നിട്ടുള്ളത്. മറ്റേത് നമ്മൾ 1 ഇഞ്ച് പോയിൻ്റ് ചെയ്യുമ്പോൾ 2 പട്ടയും കൂടെ സെൻറ്ററിൽ വന്നിട്ട് കറക്റ്റ് ചെയ്തിട്ട് കിടക്കുന്ന രീതിയിലാണ് ഇതാ ഈ ഒരു ഫസ്റ്റ് നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുള്ളത്. എന്ന് വെച്ചാൽ 1 ഇഞ്ച് ഒരു പട്ടക്കിലെ ഗ്യാപ്പും 1 ഇഞ്ച് ഒരു പട്ടക്കിലെ ഗ്യാപ്പും അങ്ങനെ നമ്മൾ 2 ഇഞ്ചാണ് ഇവിടെ പോയിൻ്റ് ചെയ്തെടുത്തിട്ടുള്ളത്. പക്ഷെ മുകളിൽ 1/2 ഇഞ്ച് എടുത്തിട്ടുള്ളൂ ഒന്നിൻ്റെ മുകളിൽ ഒന്ന് കയറി കിടക്കാൻ വേണ്ടിയിട്ട്. ഇപ്പോൾ ഞാൻ സ്റ്റിച്ച് ചെയ്ത് കാണിക്കുന്നത് ഇതാ ഈ ഒരു ടൈപ്പ് നെക്കാണ് കേട്ടോ. കറക്റ്റായിട്ട് ഇതാ ഇതുപോലെ സെൻറ്ററിലോട്ട് പട്ട വരുന്ന രീതിയിലുള്ളത്. അതിന് വേണ്ടി ഇതാ ഇതുപോലെ ഒരു കട്ട് പീസ് എടുത്തിട്ടുണ്ട്. അതിലിതാ ഇതുപോലെ 2 ഫോൾഡായിട്ട് മടക്കി കൊടുക്കുന്നുണ്ട്. ഇതുപോലെ ഒന്ന് ഫോൾഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം നമ്മളിതാ ഇതിൽ മാർക്ക് ചെയ്ത് കൊടുക്കുകയാണ് കേട്ടോ. ഇപ്പോൾ ഇവിടെ 2 ഫോൾഡ് കിട്ടിയിട്ടുണ്ട്. അതിന് ശേഷം 2 ഇഞ്ച് ഇനി നമ്മൾ പോയിൻ്റ് ചെയ്ത് കൊടുക്കുകയാണ് കേട്ടോ. കറക്റ്റായിട്ട് നമ്മൾ നോർമലി നെക്ക് വിടുത്ത് എത്രയാണോ എടുക്കാറ് അതിവിടെ കറക്റ്റ് ആദ്യം നമ്മൾ പോയിൻ്റ് ചെയ്യണം. ഇനി നല്ല തടിയുള്ള ആൾക്കാരാണ്, കുറച്ച് വൈഡായിട്ട് കിടക്കണം എന്നൊക്കെ പറയുന്ന ആൾക്കാരാണ് 2.5 3 ആദ്യം മാർക്ക് ചെയ്യുക. അതിനുശേഷം ആ 1 ഇഞ്ച് പട്ടയുടെ കണക്ക് വെച്ച് കൊടുക്കുക. ഇവിടെ 2.5 ഇഞ്ചാണ് നെക്ക് വിടുത്ത്, അതിന് ആ പട്ടയുടെ കണക്കോടെ എടുത്തിട്ട് 3.5 ഇഞ്ചാണ് പോയിൻ്റ് ചെയ്തിട്ടുള്ളത്. അതിന് ശേഷം താഴോട്ട് 5.5 ഇഞ്ചാണ് നോർമലി, അത് 6.5. അത്യാവശ്യം വൈഡായിട്ട് കിടക്കണം പറയുന്ന ആൾക്കാരുണ്ട്. നമുക്ക് ഒരു 7 വരെ മാക്സിമം പോവാട്ടോ. ഇവിടെ 1 ഇഞ്ച് നമ്മൾ കൊടുത്തിട്ടുണ്ട്. ഞാനിവിടെ അതൊരു 3/4 ഇഞ്ചേ കൊടുത്തിട്ടുള്ളൂ. കാരണം കട്ട് ചെയ്തിട്ട് സ്റ്റിച്ച് ചെയ്ത് വരുമ്പോൾ എങ്ങനെയായാലും അത് 1 ഇഞ്ച് കറക്റ്റായിട്ട് നമുക്ക് കിട്ടും. അതുകൊണ്ട് ഞാൻ ഇവിടെ താഴെ ഒരു 3/4 ഇഞ്ചിലാണ് കേട്ടോ പോയിൻ്റ് ചെയ്തെടുക്കുന്നത്. കാരണം 1 ഇഞ്ചിൽ ഒരുപാട് കൂടിക്കഴിഞ്ഞാൽ പട്ട സെൻറ്ററിൽ എത്താണ്ട് കുറച്ചും കൂടെ ഗ്യാപ്പ് അവിടെ വരും. അങ്ങനെ വരുമ്പോൾ ഡ്രസ്സ് ഒട്ടും ഭംഗി ഉണ്ടാവില്ല. അതുകൊണ്ടാണ് കേട്ടോ. അതിനുശേഷം അതാ ഇതുപോലെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുക. കറക്റ്റായിട്ട് മാർക്ക് ചെയ്ത് കൊടുക്കുക. ഇപ്പം ഇവിടെ മാർക്കിങ് കഴിഞ്ഞിട്ടുണ്ട്. വളരെ എളുപ്പത്തിൽ ചെയ്തെടുക്കാൻ പറ്റുന്ന നെക്ക് ഡിസൈനാണ് കേട്ടോ അത്. നമുക്ക് കോട്ടൺ ബിറ്റ് പ്ലെയിൻ കോട്ടൺ ടോപ്പൊക്കെ വരിക, അതിക്ക് വർക്ക് പാൻറ്റ് വർക്ക് മെറ്റീരിയൽ വരിക, അങ്ങനെയൊക്കെ ആകുമ്പോൾ നമുക്ക് ചെയ്തെടുക്കാൻ പറ്റിയ നെക്കിൻ്റെ ഡിസൈനാണ്. ഇതൊരു കോളർ ടൈപ്പിലും വരുന്നുണ്ട് കേട്ടോ. ഇത് കോളർ ഇല്ലാണ്ട് നോർമലി വരുന്നതാണ്. അപ്പോൾ നമുക്കിത് 2 പീസ് നമ്മളിതുപോലെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. കറക്റ്റ് ചെയ്തിട്ട് കട്ട് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ നോക്കിയാൽ കാണാം നമുക്ക് 2 പീസും ഇതുപോലെ കിട്ടിയിട്ടുണ്ട്. കറക്റ്റായിട്ട് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ടത് ഇതിൻ്റെ പട്ട കൊടുക്കാനുള്ള 2 പീസാണ്. അതുപോലെ 2 കട്ട് പീസ് എടുത്തിട്ടുണ്ട് കേട്ടോ. അത് എത്രയാണ് നീളം വേണ്ടത് നമുക്ക് നോക്കി നോക്കാം. ഒരു 7 ഇഞ്ച് മതി. ഒരു 1.5 ഇഞ്ച് കൂടി ആഡ് ചെയ്തിട്ട് ഒരു 8 ഇഞ്ചൊക്കെ ഒരു തയ്യൽ തുമ്പ് കുറച്ച് താഴോട്ട് വരുന്ന രീതിയിൽ. ഇനി ഒരു 8 ഇഞ്ചായാലും കുഴപ്പമില്ല. അത് കിട്ടുന്നുണ്ടോ കറക്റ്റായിട്ടോ നോക്കി നോക്കുക. അതുപോലെ വെച്ച ശേഷം ഒന്ന് മടക്കി കൊടുക്കുക. ഇവിടെ 7.5 ഇഞ്ച് കിട്ടുന്നുണ്ട്. ഒരു 8.5 ഇഞ്ചിൽ ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. കാരണം എന്താ വെച്ചാൽ നമുക്ക് മടക്കുമ്പോൾ 1 ഇഞ്ച് കിട്ടുന്നുണ്ടോ നോക്കണം കേട്ടോ. കറക്റ്റായിട്ട് നോക്കണം. ആ 1 ഇഞ്ചിൻ്റെ പുറമെ ഒരു 1/4 ഇഞ്ചോ 1/2 ഇഞ്ചോ ഒക്കെ തയ്യൽ തുമ്പ് നല്ലതാണ്. ചിലർക്ക് കുറച്ച് തയ്യൽ തുമ്പിട്ട് സ്റ്റിച്ച് ചെയ്യാൻ ഒട്ടും അറിയണ്ടാവില്ല. ചിലർക്ക് എത്ര കുറച്ചാണെന്നുണ്ടെങ്കിൽ സ്റ്റിച്ച് ചെയ്തെടുക്കാൻ കഴിയുന്നവരായിരിക്കും. അപ്പോൾ നമ്മൾ ആ 1 ഇഞ്ചിൻ്റെ കൂടെ കുറച്ചും കൂടെ തയ്യൽ തുമ്പ് ആഡ് ചെയ്തിട്ട് ഒരു 1.5 ഇഞ്ചോ 1.25 ഇഞ്ചൊക്കെ അല്ലെങ്കിൽ ഇനിയിപ്പോൾ കൊടുക്കുന്നത് നല്ലതാണ്. ഇനിയിപ്പോൾ 2 ഇഞ്ച് എടുത്താലും കുഴപ്പമില്ല. പക്ഷേ എന്താ പറയുക, നമ്മൾ സ്റ്റിച്ച് ചെയ്യുന്ന സമയത്ത് ഒന്ന് വരച്ചിട്ട് ആ 1 ഇഞ്ച് കറക്റ്റ് വരച്ച ശേഷം വെച്ച് സ്റ്റിച്ച് ചെയ്യുക കേട്ടോ. ഞാൻ ഇവിടെ ഒരു 1.25 2 പീസ് എടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് കറക്റ്റ് കിട്ടാൻ വേണ്ടിയിട്ട് ഒന്ന് അയൺ ചെയ്തെടുക്കണം. മടക്കി വെച്ച ശേഷം ഒന്ന് ഇസ്തിരി ചെയ്ത് കൊടുക്കുകയാണ് കേട്ടോ. അപ്പോൾ നമുക്കിത് മടക്കി വെച്ചിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും സ്ലിപ്പായി പോണ പ്രശ്നം വരില്ല. കറക്റ്റായിട്ട് കിട്ടും നമുക്ക്. ഇതുപോലെ ഈ ഒരു പീസും ഒന്ന് അയൺ ചെയ്തെടുക്കുകയാണ്. എൻ്റെ വീഡിയോസ് ആദ്യമായിട്ട് കാണുന്നവരാണ് നിങ്ങളെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്ത് മാക്സിമം വീഡിയോ കാണാൻ ശ്രമിക്കുക. എന്തെങ്കിലും ഡൗട്ട്സോ കാര്യങ്ങളോ ഉള്ളവർ മെസ്സേജ് വഴി അറിയിക്കുക കേട്ടോ. ഇപ്പം നമ്മൾ 2 പീസും അയൺ ചെയ്തെടുത്തിട്ടുണ്ട്. ഇതാ ഇതുപോലെ നോർമലി നമ്മൾ നെക്ക് എങ്ങനെയാണോ സ്റ്റിച്ച് ചെയ്യണത്, ഇനിയിപ്പോൾ ചുരിദാർ ബിറ്റ് സ്റ്റിച്ച് ചെയ്യാണ്.
ലൈനിങ് വെച്ചിട്ടാണ് സ്റ്റിച്ച് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ നെക്കിൻ്റെ പോർഷൻ ആ ലൈനിങ് വെച്ചിട്ട് ഇതുപോലെ സ്റ്റിച്ച് ചെയ്തെടുക്കുമല്ലോ. ഇനിയിപ്പോൾ ലൈനിങ് ഇല്ലാത്ത ഡ്രസ്സാണെങ്കിൽ ഷേപ്പ് പീസ് വെച്ചിട്ടാണ് നമ്മളിതുപോലെ മറിച്ചിട്ട് നെക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കുക. അതേപോലെ തന്നെ ഇവിടെ നമ്മൾ നെക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കുകയാണ്. നമ്മളിതുപോലെ സ്റ്റിച്ച് ചെയ്യുമ്പോൾ ഞാൻ പറഞ്ഞില്ലേ 3/4 ഇഞ്ച് മതി പറയാൻ കാരണം ഈ ഒരു സ്റ്റിച്ചിങ് വരുമ്പോൾ നമ്മുടെ ആ ഒരു 3/4ൻ്റെ കൂടെ കുറച്ച് തയ്യൽ തുമ്പോടി എക്സ്ട്രാ വന്ന് ആ 1 ഇഞ്ച് കറക്റ്റായിട്ട് നമുക്ക് കിട്ടും. നമ്മൾ 1 ഇഞ്ചിലാണ് കട്ട് ചെയ്യുന്നതിനിടെ ആ കട്ടിങ് ജസ്റ്റ് ഒന്ന് പാളിപ്പോയാൽ 1 ഇഞ്ചിൽ കൂടുതൽ വരും. സ്റ്റിച്ചിങ് വരുമ്പോൾ പിന്നെയും കൂടും. അപ്പോൾ പട്ടയുടെ വീതി വീണ്ടും കൂട്ടിയെടുക്കേണ്ടി വരും. നമ്മൾ ഇതുപോലെ ഒന്ന് കട്ട് ചെയ്ത് കൊടുത്ത ശേഷം നല്ല സൈഡിലോട്ട് നമ്മൾ കറക്റ്റ് ചെയ്തിട്ട് ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ. ഇതുപോലെ കറക്റ്റ് ചെയ്തിട്ട് അത്രയും നീറ്റാക്കി വെച്ച ശേഷം പട്ട ആ ഒരു 1 ഇഞ്ചിൻ്റെ പട്ട നമ്മൾ വെച്ച് സ്റ്റിച്ച് ചെയ്യുകയാണ് കേട്ടോ. വീണ്ടും പറയണം, പട്ട നമ്മൾ കട്ട് ചെയ്തെടുക്കുമ്പോൾ തയ്യൽ തുമ്പ് എത്രയാണോ നമുക്ക് ആവശ്യം, 1/4 ആണെങ്കിൽ 1/4, 1.5 ആണെങ്കിൽ 1.5, 1/4 ആണെങ്കിൽ 1/4. അതിനുശേഷം നമ്മൾ എന്ത് ചെയ്യണം, 1 ഇഞ്ച് ജസ്റ്റ് പോയിന്റ് ചെയ്തിട്ടൊന്ന് വരച്ചു കൊടുക്കുക. പെന്നോട്ടൊന്നും വരയ്ക്കരുത്, ചോക്കോട്ട് വരച്ചിട്ട് അതുപോലെ സ്റ്റിച്ച് ചെയ്തെടുക്കുക. അപ്പോൾ നമുക്ക് കറക്റ്റ് സ്റ്റിച്ചിങ് പോയിന്റ് മനസ്സിലാക്കാൻ പറ്റും. ആ 1 ഇഞ്ച് എവിടെയാണ് വരുന്നത് എന്നുള്ളതൊക്കെ കറക്റ്റായിട്ടൊന്ന് നോട്ട് ചെയ്യാൻ പറ്റും. ഇതുപോലെ ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കുക കേട്ടോ. അതിനുശേഷം മറ്റേ സൈഡിലും കൂടെ നമ്മളിതാ അടുത്ത പട്ട വെച്ചെടുക്കുക. ഇതൊരിക്കലും ഒരു പട്ടൻ്റെ മുകളിലോട്ട് കയറി കിടക്കുന്ന രീതിയിലുള്ള നെക്കല്ല കേട്ടോ. രണ്ടും സെൻറ്ററിൽ കറക്റ്റായിട്ട് വരുന്ന രീതിയിലുള്ളൊരു പട്ടയാണ് ഇവിടെ സ്റ്റിച്ച് ചെയ്തെടുക്കണത്. ഇതുപോലെ വളരെ എളുപ്പത്തിൽ നമുക്കിത് ലേസൊക്കെ കൊടുത്തിട്ട് ചെയ്യാം കേട്ടോ. നല്ല ഭംഗിയിൽ ലേസ് കൊടുത്തിട്ടൊക്കെ ചെയ്തെടുക്കാൻ പറ്റുന്നതാണ്. ഇതുപോലെ ഫുള്ളായിട്ടും സ്റ്റിച്ച് ചെയ്തെടുക്കുക വളരെ എളുപ്പത്തിൽ. ബാക്കിൽ നമുക്ക് എത്ര കഴുത്തുണ്ടെങ്കിൽ ഇറക്കി കട്ട് ചെയ്യുക, ഒന്നും പ്രശ്നമില്ല. ഇതൊരു കോളർ ടൈപ്പിലൊക്കെ വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഇത്ര തന്നെ ഉള്ളൂ. എന്തെങ്കിലും ഡൗട്ട്സോ കാര്യങ്ങളോ ഉള്ളവർ മെസ്സേജ് വഴി അറിയിക്കുക. വീഡിയോസ് ആദ്യമായിട്ട് കാണുന്നവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്ത് മാക്സിമം വീഡിയോ കാണാൻ ശ്രമിക്കുക കേട്ടോ. കാണാൻ നല്ല ഭംഗിയിൽ നമുക്ക് നൈറ്റ് ഒക്കെ സ്റ്റിച്ച് ചെയ്യുമ്പോൾ അതുപോലത്തെ നെക്ക് കൊടുക്കാം. ഒരു 3-4 ഷോ ബട്ടൺ കൊടുത്താൽ ഒന്നും കൂടെ ലുക്ക് ഉണ്ടാവും കേട്ടോ. എൻ്റെ ഡമ്മിമാൻ ജസ്റ്റ് വെച്ച് കാണിച്ച് തരികയാണ് ആ നെക്കിൻ്റെ ഒരു ഭംഗി. അപ്പോൾ അതുപോലെ നിങ്ങളൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നല്ല ഭംഗിയാവും കോട്ടൺ ടൈപ്പ് ചുരിദാറിനൊക്കെ. ഓക്കെ, അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം കേട്ടോ.